ജാതിയുടെ വാലുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന സിനിമാ നടികൾ, സിനിമാ താരങ്ങൾ എത്രയാണ്? അവരോർക്കണം ഈ സിനിമ ആരംഭിച്ചത് എങ്ങനെയാണ്, ആരാണ് അവരുടെ മുമ്പിലുള്ള നക്ഷത്രം എന്ന് അവർ ഓർമ്മിക്കണം. അവരുടെ മുമ്പിലുള്ള നക്ഷത്രം ആദ്യത്തെ സിനിമാ നടിയാണ്. ആദ്യത്തെ സിനിമാ നടി ഒരു കർഷക തൊഴിലാളി സ്ത്രീയാണ്. കുറച്ചുകൂടെ പച്ചയായിട്ട് പറഞ്ഞാൽ ഈ കൊടിയുടെ പൂർണ്ണ പേര് നിങ്ങൾക്കറിയാമല്ലോ, കേരള പുലയ മഹോത്സവ പുലയ സമുദായത്തിൽപ്പെടുന്ന ഒരാളാണ്. ഒരു സിനിമാ നടിയോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. അത് പാർവതി തിരുവോത്തം എന്ന് പറഞ്ഞ സിനിമാ നടിയാണ്. അവരുടെ പേരിലെ ജാതിവാല ഒരു കുറിച്ചു. വേറൊരു ചോദ്യം, ആദ്യത്തെ ഈ ദളിത് കർഷക തൊഴിലാളിയായ ഈ സ്ത്രീക്ക് ശേഷം എത്ര ദളിത് സ്ത്രീകൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്? നടിമാർക്ക് നേരെയുള്ള പീഡനവും സ്ത്രീ വിരുദ്ധതയും മലയാള സിനിമ ഉണ്ടായ നാൾ മുതൽ ഉള്ളതാണെന്ന കവി കുരീപ്പുഴ ശ്രീകുമാർ. മലയാള സിനിമയുടെ ആദ്യ നായിക PK റോസിയെ അനുസ്മരിച്ചായിരുന്നു കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഈ പ്രതികരണം. മലയാള സിനിമയുടെ അമ്മ അവരാണ്. എന്നാൽ ദളിത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇന്നത്തെ സിനിമ മാടമ്പിമാർ ആ ചരിത്ര വനിതയെ മനഃപൂർവ്വം മറന്നു കളയുന്നു എന്നും ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ലോകം അവരെ ഓർക്കുമെന്നും അതിൻ്റെ തെളിവാണ് ഗൂഗിൾ PK റോസിയെ ഒരിക്കൽ ഗൂഗിളിന്റെ മുഖചിത്രമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യങ്കാളി ജയന്തി ദിനത്തോടനുബന്ധിച്ചുള്ള പള്ളിക്കൽ താച്ചിവിളയിൽ സംഘടിപ്പിച്ച പൊതു ചടങ്ങിലാണ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇന്ന് കേരളത്തിലെ ഏത് വീട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നത് അയ്യങ്കാളിയുടെ ജന്മദിനമാണ് ഇത് എന്നതല്ല, സിനിമാ താരങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാ വീടുകളിലും എത്ര സിനിമാ താരങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും, ഇനി എത്ര പേര് പുറത്താക്കപ്പെടും, എത്ര സിനിമാ നടികൾ അവരുടെ വൈഷമ്യങ്ങൾ, അവർക്കുണ്ടായ തിക്താനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ സമൂഹത്തോട് പറയാനായിട്ട്, തുറന്നു പറയാനായിട്ട് മുന്നോട്ട് വരും. എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? പല ആളുകളിലും അമ്മയൊക്കെ ഇനി അമ്മയെന്നിപ്പോൾ ആരും പറയത്തില്ല, AMMA അമ്മ എന്ന് പറയാനുള്ള പരിശുദ്ധി സംഘടന നഷ്ടപ്പെട്ടു പോയി. ഈ AMMA ഇനി എങ്ങനെ നിലനിൽക്കും? ഇതാണ് ചർച്ച. ചാനൽ തുറന്നാൽ എല്ലാ ചർച്ചയും അതാണ്. എല്ലാ ചാനലിൽ ഇത് തന്നെയാണ് ചർച്ച. നിങ്ങളിന്ന് രാവിലെ TV കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട്, ഞാനും പെട്ടിട്ടുണ്ട്. ഈ നിമിഷം നമുക്ക് ആലോചിക്കാൻ കഴിയാവുന്നൊരു കാര്യം, മലയാള സിനിമയിലെ സ്ത്രീ പീഡനം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. 96 വർഷം മുൻപ് ആദ്യമായി മലയാള സിനിമ ഉണ്ടായ സമയത്ത് അതിലെ നായികയായിട്ട് അഭിനയിച്ച ദലിതയായ കർഷക തൊഴിലാളിയായ ഒരു പെൺകുട്ടിയെ നാട്ടിൽ നിന്നും അടിച്ചോടിച്ചുകൊണ്ടാണ് ഈ പീഡനം ആരംഭിക്കുന്നത്. സിനിമയ്ക്ക് അങ്ങനെ ചരിത്രമുണ്ട്. ഇത് മലയാള സിനിമയുടെ അമ്മയെന്ന് വേണമെങ്കിൽ അമ്മയെന്ന് തന്നെ പറയാവുന്ന സിനിമാ നടിയെ, സിനിമാ താരത്തെ സ്വന്തം നാട്ടിൽ നിന്ന്, അവരുടെ വീടിന് തീ വെച്ച് സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച ഒരു സംഭവത്തോടു കൂടിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്, മലയാള സിനിമ ആരംഭിക്കുന്നത്. അതാണ് തുടക്കം. പിന്നീട് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാൻ നമുക്കറിയാൻ വയ്യ. ഒരു നടി അവരുടെ തൊഴിലും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡിൽ വെച്ച് ആക്രമിക്കപ്പെടുകയും അതിനെ തുടർന്ന് AMMA എന്ന സംഘടനയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുറേ പേര് മാറി വേറെ സംഘടന ഉണ്ടാക്കുകയും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഹേമ കമ്മിറ്റി എന്ന ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ, ഒരു ന്യായാധിപരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അവർ അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ആദ്യത്തെ അമ്മയെക്കുറിച്ച് സംസാരിക്കാത്തത്? ആദ്യത്തെ അമ്മയെക്കുറിച്ച് ഈ ചർച്ചയിൽ വേണമെങ്കിൽ സംസാരിക്കണ്ട, പക്ഷേ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് സംസാരിക്കണ്ടേ? മലയാളത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയിലെ നടിക്ക്
അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടിക്ക് ഏറ്റവും നല്ല നടിയായി തിരഞ്ഞെടുക്കുന്ന താരത്തിന് ഈ അമ്മയുടെ പേരിലല്ലേ പുരസ്കാരം കൊടുക്കേണ്ടത്? അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒന്ന്. വേറൊരു ചോദ്യം, ആദ്യത്തെ ഈ ദളിത് കർഷക തൊഴിലാളിയായ ഈ സ്ത്രീക്ക് ശേഷം എത്ര ദളിത് സ്ത്രീകൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്? ആരും ഉണ്ടായിട്ടില്ല. എത്ര പുരുഷന്മാരുണ്ടായിട്ടുണ്ട്? ആകെക്കൂടി നമുക്ക് മുമ്പേ പോയ തലമുറയിൽ ആകെക്കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരാള് കലാഭവൻ മണിയാണ്. അപ്പൊ ഈ വിഷയം പാലിയം സമരത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പറവൂരിൽ വെച്ച് ഇതുപോലെ പരസ്യമായൊരു വേദിയിൽ വെച്ച് പറഞ്ഞപ്പോൾ ആ വേദിയിലുണ്ടായിരുന്ന ആ സിനിമാ സംവിധായകൻ വിനയൻ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറയാം. കലാഭവൻ മണിയെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ അദ്ദേഹം എടുക്കാൻ ശ്രമിച്ചപ്പോൾ നായികയായിട്ട് അഭിനയിക്കാൻ ഒരാളിനെ കിട്ടിയില്ല എന്നാണ് വിനയൻ പറഞ്ഞത്. കലാഭവൻ മണിക്ക് എന്താ കുഴപ്പം? ഒരുപാട് സിനിമാ നടന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ സിനിമാ നടന്മാരിൽ ഇപ്പോഴും എല്ലാ സാധാരണ മനുഷ്യനും അനുസ്മരിക്കുന്ന ഒരു നടൻ കലാഭവൻ മണിയാണ്. വലിയ നടന്മാർ നമുക്കുണ്ടായിരുന്നു. സത്യൻ നമുക്കുണ്ടായിരുന്നു, പ്രേം നസീർ നമുക്കുണ്ടായിരുന്നു, അങ്ങനെയുള്ള എത്രയോ നടന്മാർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആരും പറയാതെ ഒരു സിനിമാ നടന്റെ ജന്മവാർഷികം അല്ലെങ്കിൽ ചരമവാർഷികം ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അത് കലാഭവൻ മണിയുടെ മാത്രമാണ്. കലാഭവൻ മണിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ പാടി എന്ന സങ്കേതത്തിൽ ഒരു മാസം മുമ്പ് ഞാൻ പോയിരുന്നു. ഞാൻ പോകുമ്പോൾ അവിടെ 8-10 സന്ദർശകരുണ്ട്. അതുമാത്രമല്ല, അടുത്ത കാലത്ത് കാണുന്ന ഒരു വലിയ രസകരമായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയുണ്ടാവും. നമ്മുടെ സിനിമാ നടികളെല്ലാം അവരുടെ ജാതിപാല് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. മേനോൻ, വാര്യർ, നമ്പീശൻ, കുറുപ്പ്, നായർ, പിള്ള തുടങ്ങിയിട്ടുള്ള ജാതിപാലുകൾ. ഞാൻ ജാതി വിശ്വസിക്കുന്ന ഒരാളല്ല. ജാതി വിശ്വസിക്കാത്തതിന് എനിക്ക് യാതൊരു ദോഷവും ഇതുവരെയില്ല. ജാതിയിലോ മതത്തിലോ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമാ താരങ്ങൾ, സ്ത്രീകൾ ജാതിപ്പേര് കൊണ്ട് നടക്കുന്നത്? ഈ ജാതിപ്പേരെന്ന് പറഞ്ഞാൽ അഭിമാനത്തിൻ്റെതായ പേരാണോ? ഒരാൾ നമ്പൂതിരി എന്ന് വയ്ക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അയാൾ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഒരാളാണ് എന്നത് തെറ്റായ ധാരണയാണ്. ഒരാൾ നമ്പൂതിരി എന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അയാളുടെ മുത്തച്ഛന്മാരാരോ പാവപ്പെട്ട ആളുകളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ ബാലാണ് അയാൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം. അതൊരു അഭിമാനകരമായ കാര്യമൊന്നുമല്ല. മുതിർന്ന ആളുകൾ, ഉന്നത ശ്രേണിയിൽപ്പെട്ടെന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ ജാതിപ്പേര് വയ്ക്കാറുള്ളൂ. വേറെ ആരും ജാതിപ്പേര് വയ്ക്കാറില്ല. ജാതിപ്പേര് വയ്ക്കുവാൻ ജാതിപ്പേര് താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഒരു സിനിമാ നടിയോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. അത് പാർവതി തിരുവോത്തം എന്ന് പറഞ്ഞ സിനിമാ നടിയാണ്. അവരുടെ പേരിലെ ജാതിവാല ഒരു മുറിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു, ഇനി എന്നെ എൻ്റെ ജാതിവാല ചേർത്താലും വിളിക്കരുത്, എന്നെ പാർവതി തിരുവോത്തം എന്നാണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിനിമാ നടി മാത്രമേ നമുക്കുള്ളൂ. വേറെ എത്ര സിനിമാ നടിമാരാണ് ഇങ്ങനെ ഭൂതകാലത്തിൻ്റെ പാപത്തിൻ്റെ വായിലുകൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ ഉപയോഗിച്ച, മറ്റുള്ളവരെ പീഡിപ്പിക്കുവാൻ ഉപയോഗിച്ച, മറ്റുള്ളവരെ മർദ്ദിക്കുവാൻ, അടിച്ചമർത്തുവാൻ, ഒഴിവാക്കി നിർത്തുവാൻ ഉപയോഗിച്ച ജാതിയുടെ വാലുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന സിനിമാ നടികൾ, സിനിമാ താരങ്ങൾ എത്രയാണ്? അവരോർക്കണം ഈ സിനിമ ആരംഭിച്ചത് എങ്ങനെയാണ്, ആരാണ് അവരുടെ മുമ്പിലുള്ള നക്ഷത്രം എന്ന് അവർ ഓർമ്മിക്കണം. അവരുടെ മുമ്പിലുള്ള നക്ഷത്രം ആദ്യത്തെ സിനിമാ നടിയാണ്. ആദ്യത്തെ സിനിമാ നടി ഒരു കർഷക തൊഴിലാളി സ്ത്രീയാണ്. കുറച്ചുകൂടെ പച്ചയായിട്ട് പറഞ്ഞാൽ ഈ കൊടിയുടെ പൂർണ്ണ പേര് നിങ്ങൾക്കറിയാമല്ലോ, കേരള പുലയ മഹോത്സവ, പുലയ സമുദായത്തിൽപ്പെടുന്ന ഒരാളാണ്. ആദ്യത്തെ സിനിമ 96 വർഷം മുൻപ് ഉണ്ടായ വിഗതകുമാരന്റെ ഡയറക്ടറും അഭിനേതാവും നിർമ്മാതാവും ഒക്കെയായ ജെ.സി. ഡാനിയൽ. അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ നായികയെ കിട്ടുന്നില്ല, നടിയെ കിട്ടുന്നില്ല എന്നാണ്. അവരോർമ്മിക്കണം ഏത് സിനിമ നടിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ജെ.സി. ഡാനിയൽ അന്വേഷിച്ചു, എല്ലായിടവും അന്വേഷിച്ചു. ഈ വിഗതകുമാരൻ്റെ നായിക വേണം, നായികയായിട്ട് ആരും കിട്ടുന്നില്ല.
സ്ത്രീകൾക്ക് അഭിനയിക്കാൻ അനുവാദമില്ലായിരുന്നു. മനുസ്മൃതിയാണ് അനുവദിക്കാത്തത്, ജാതി വ്യവസ്ഥയാണ് അനുവദിക്കാത്തത്. എല്ലാ സ്ത്രീകളെയും ദളിതരായിട്ടാണ് അവർ കണ്ടിരുന്നത്. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രത്യേക അവകാശം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർക്കും മാറുമാർച്ച അടക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല, അന്തർജനം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അവരെ മറ്റുള്ളവരോടൊപ്പം പറഞ്ഞയക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു. ആ പ്രത്യേക ചടങ്ങുള്ള ദിവസം ആരെങ്കിലും ഈ ഉന്നത ശ്രേണിയിൽപ്പെട്ട സ്ത്രീകളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ കണ്ടു എന്ന് പറയുന്ന ആളിനോടൊപ്പം ഇറങ്ങിപ്പോകണമായിരുന്നു. ഇതായിരുന്നു മനുസ്മൃതിയുടെ നിയമഘടന. അക്കാലം അങ്ങനെയായിരുന്നില്ല. ഒരാളിനെ പോലും അഭിനയിക്കാൻ അനുവദിച്ചിട്ടില്ലാത്തൊരു കാലം. ജെ.സി. ഡാനിയേൽ ഈ സിനിമ എടുക്കാനായിട്ട് ശ്രമിച്ച് നായിക കിട്ടുന്നില്ലല്ലോ. അദ്ദേഹം ബോംബെയിലെ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. ബോംബെയിൽ നിന്നും ലാന എന്ന പേരുള്ള ഒരു സ്ത്രീ അഭിനയിക്കാനായിട്ട് വന്നു. അവർക്ക് 2 ഡിമാൻഡുകളാണ്. ഒന്ന്, അവര് രാജകുമാരിയായിട്ട് മാത്രമേ അഭിനയിക്കത്തുള്ളൂ. 2, ദേവതയുടെ റോൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അല്ലാതെ മനുഷ്യരായിട്ടാരും അവർ അഭിനയിക്കത്തില്ല. അങ്ങനെ ജെ.സി. ഡാനിയേലുമായിട്ട് തെറ്റുക, അവർ തിരിച്ചുപോയി. പിന്നീട് അന്വേഷിച്ച് നടന്നപ്പോൾ കാക്കാരിശ് നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് പരിചയമുള്ള രാജമ്മ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട് എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് സുഹൃത്തായ ജോൺസൺ എന്ന് പറഞ്ഞ സുഹൃത്തിന് മനസ്സിലായി. രാജമ്മയുടെ വീട്ടിൽ നിന്ന് ചോദിച്ചു. അപ്പൊ രാജമ്മയ്ക്ക് ഒരു പ്രശ്നമുള്ളത്, രാജമ്മയുടെ കുടുംബം മതം മാറിയ കുടുംബമാണ്. എങ്ങനെയാണ് വേറെ മതത്തിലേക്ക് ആളുകൾ പോകുന്നതെന്ന് കുമാരനാശാന്റെ ദുരവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പീഡനങ്ങളും അനുഭവിച്ച മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വേറെ മതത്തിലേക്ക് പോയത്. അവിടെ സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലെന്നുള്ളൊരു വേറെ കഥ, അത് പോട്ടെ. അങ്ങനെയാണ് പോയത്. അപ്പൊ ഇവര് ക്രിസ്തുമതത്തിലേക്ക് മാറിയ ഒരു കുടുംബമാണ്. അതുകൊണ്ട് രാജമ്മയുടെ പേര് മാറ്റിയിട്ടുണ്ട്, റോസി എന്നാക്കിയിട്ടുണ്ട്, റോസമ്മ എന്നാക്കിയിട്ടുണ്ട്. അവരുടെ പേര് P.K. റോസി എന്നാണ്. അവരുടെ അച്ഛനമ്മമാരോട് ജോൺസൺ ചോദിച്ചു, രാജമ്മയെ സിനിമയിൽ അഭിനയിക്കാൻ വിടാമോ എന്ന് ചോദിച്ചു. അവര് സിനിമ കണ്ടില്ലേ? അപ്പൊ അവര് പറഞ്ഞു, രാജമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞു. രാജമ്മയോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടമാണോ സിനിമയിൽ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ രാജമ്മ പറഞ്ഞു, രാജമ്മയെ സിനിമ കണ്ടില്ല, അതുകൂടി കാക്കാരിശ് നാടകത്തിൽ അഭിനയിച്ച പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജമ്മ പറഞ്ഞു, അച്ഛനന്മാർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വരാം. 2 പേർക്ക് ഇഷ്ടമാണ്. ജോൺസൺ തീരുമാനിക്കുകയും ഈ കുട്ടിയോട് തൈക്കാട് എന്ന തിരുവനന്തപുരത്ത് എന്ന സ്ഥലത്ത് താമസിക്കുന്ന കുടിലുകളിൽ താമസിക്കുകയാണ്. അവിടെ നിന്നും പട്ടത്ത് ജെ.സി. ഡാനിയലിൻ്റെ തിയേറ്ററിലേക്ക്, സ്റ്റുഡിയോയിലേക്ക് വരണം എന്ന് പറയുകയും ചെയ്തു. ഈ പാവപ്പെട്ട പെൺകുട്ടി പാളയ്ക്കകത്ത് ചോറ് പൊതിഞ്ഞ് തൈക്കാടുന്ന പട്ടം വരെ നടക്കുക. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പുതിയ ആളുകൾക്കറിയാം. നടക്കുകയാണ്. ഇത് സംബന്ധിക്കുന്നൊരു നോവലുണ്ട് മലയാളത്തിൽ. ആ നോവലിൻ്റെ പേര് നഷ്ടനായിക എന്നാണ്. വിനു എബ്രഹാമിന്റെ നോവൽ നഷ്ടനായിക. നഷ്ടനായികക്കകത്ത് ഒരു ഭാവനാരംഗമുണ്ട്, സങ്കല്പരംഗമുണ്ട്. പൊതിച്ചോറുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന റോസമ്മ, തൈക്കാട്ട് നിന്നും പട്ടത്തേക്ക് നടന്നു പോകുന്ന റോസമ്മ ഇന്നത്തെ അയ്യങ്കാളി ഹാളിന് മുമ്പിൽ വെച്ച് പഴയ VJT ഹാള്, അതിനു മുമ്പ് ശ്രീമൂലം തിരുനാൾ അസംബ്ലി കൂടുന്ന ആ സ്ഥലം പ്രജാസഭ ഹാൾ, അവിടെ വെച്ച് സാക്ഷാൽ അയ്യങ്കാളിയെ കാണുന്നതായിട്ട് ഒരു സങ്കല്പ ദൃശ്യം ഈ നോവലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യങ്കാളിയുടെ അനുഗ്രഹത്തോടു കൂടി പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നേരിട്ടല്ലെങ്കിൽ കൂടി നമുക്കറിയാം അയ്യങ്കാളിയുടെ ആഗ്രഹം അതൊക്കെയായിരുന്നു. എല്ലാ വിധത്തിലും പഞ്ചമിമാർ മുന്നോട്ട് വരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. P.K. റോസി ഈ സ്റ്റുഡിയോയിൽ ചെന്നു. ക്യാമറയൊക്കെ കാണുന്നുണ്ട്. ജെ.സി. ഡാനിയേൽ കരയാൻ പറയുമ്പോൾ കരഞ്ഞു, ചിരിക്കാൻ പറയുമ്പോൾ ചിരിച്ചു. സിനിമ പൂർത്തിയാകുന്നു. അയാൾ തന്നെയാണ്, ജെ.സി. ഡാനിയേൽ തന്നെയാണ് നായകൻ. സിനിമ പൂർത്തിയാകുന്നു. തിരുവനന്തപുരത്ത് ഇന്നത്തെ AG's ഓഫീസിന് എതിർവശം ഉണ്ടായിരുന്ന ക്യാപിറ്റോൾ എന്ന പേരുള്ള തിയേറ്ററിൽ ആദ്യമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ്, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദരഹിത ചിത്രം. ഈ സിനിമ ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്, മള്ളൂർ ഗോവിന്ദപിള്ള. മള്ളൂർ ഗോവിന്ദപിള്ള ഉദ്ഘാടനം നടത്താനായിട്ട് പ്രദർശന ഉദ്ഘാടനം നടത്താനായിട്ട് എഴുന്നേറ്റെന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ തിയേറ്ററിന്റെ പുറകിൽ നിന്നും ഒരു ബഹളം. തിയേറ്ററിൽ സ്ക്രീനിന്റെ മുന്നിൽ സ്ത്രീകൾ, 2 സ്ത്രീകൾ ഇരിപ്പുണ്ട്. ആ സ്ത്രീകളെ ഇറക്കി വിടണം. സ്ത്രീകൾക്ക് ഇത്തരം കലാപരിപാടികൾ പരസ്യമായിട്ട് കാണാൻ പാടില്ല. ഇതാരാ പറഞ്ഞത്? ജാതി വ്യവസ്ഥ വേണം എന്ന് ഇപ്പൊ പറയുന്ന ആളുടെ അപ്പന്മാര് പറഞ്ഞു.
മള്ളൂർ കോന്തപ്പിള്ള പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സിനിമ നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് ജെസി ഡാനിയലിനോട് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീകളെ ഇറക്കി വിടും, അങ്ങനെയെങ്കിലും നമുക്ക് സിനിമ നടത്തണമല്ലോ. ഇറക്കി വിട്ടത് പ്രിയപ്പെട്ടവരെ, ആ സിനിമയിലെ നായികയാണ് ഇറക്കി വിട്ടത്. പി കെ റോസിയാണ് സിനിമ കാണാൻ വേണ്ടി അവരെ അനുഭവിച്ച സിനിമ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ ചെന്നിരുന്നത് പി കെ റോസി എന്ന നായികയാണ്, നടിയാണ്. അവരെയാണ് ഇറക്കി വിടുന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ നായകൻ നായികയുടെ തലമുടിയിലേക്ക് ഒരു റോസാപ്പൂ വെക്കുന്ന രംഗമുണ്ട്. അത് തീരെ സഹിച്ചില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. വലിയ ബഹളമായി, സിനിമ നടന്നില്ല. ആദ്യത്തെ സിനിമ നടക്കാതെ പോയ സിനിമയാണ്. 2 ദിവസത്തിന് അകം എന്ത് സംഭവിച്ചെന്ന് വെച്ചാല്, തൈക്കാട്ടുള്ള പി കെ റോസിയുടെ ചെറ്റക്കുടിലിനെ തീ വെക്കുകയാണ്. പി കെ റോസി എന്ന രാജമ്മ പ്രാണൻ കയ്യിൽ ഓടി, തൈക്കാട് നിന്നും കരമന വരെ ഓടിയിട്ട് എല്ലാ വണ്ടിക്കും കൈയടിച്ച കൂട്ടത്തിൽ ഒരു ലോറി കൈയടിച്ച് നിർത്തി. പൈനിയർ നിലയിലുള്ള ഒരു ലോറി. ആ ലോറിയിൽ കയറി നാഗർകോവിൽ ചെന്ന് ഇറങ്ങി. ലോറി ഡ്രൈവർ ചോദിച്ചു, നീ ആരാണ്? ഒന്നും പറയാനില്ല, എവിടെ പോകുന്നു അറിയില്ല. ലോറി ഡ്രൈവർ പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. അങ്ങനെ അയാൾ ഈ പാവപ്പെട്ട യുവതിക്ക് അഭയം കൊടുത്തു. കുറെ കാലത്തിന് ശേഷം അയാളുടെ ഭാര്യയായി, അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവർ ജീവിച്ചു മരിച്ചു. ഈ മരിക്കുന്നതിനിടയ്ക്ക് മലയാളത്തിലെ ആദ്യത്തെ നായിക ഒരാളോട് പോലും പറഞ്ഞില്ല, ഞാൻ സിനിമയിൽ അഭിനയിച്ചതിനാണ് എൻ്റെ നാട് വിട്ട് പോകേണ്ടി വന്നത് എന്ന് പറഞ്ഞതേയില്ല. പിന്നീടാണ് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ അന്വേഷിക്കുന്നത്, ഞാനടക്കമുള്ളവർ അന്വേഷിക്കുന്നത്. ഇവരെ കുറിച്ച് കൂടുതൽ അറിയണം, ഒരു കവിത എഴുതണം എന്നൊക്കെ വിചാരിച്ചിട്ട് അന്വേഷിക്കുന്നതിന് ശേഷമാണ് ഈ സിനിമ ആദ്യം കണ്ട നാഗവള്ളി ആർ എസ് കുറുപ്പിനെ ഞാൻ നേരിട്ട് കണ്ട് വർത്തമാനം പറയുന്നു. നാഗവള്ളി ആർ എസ് കുറുപ്പിനെ നിങ്ങൾക്കറിയാം, വേണു നാഗവള്ളിയുടെ അച്ഛൻ. അദ്ദേഹത്തെ കണ്ട് വർത്തമാനം പറയുന്നു. ഈ സംഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു തരിക. ഇതാണ് സിനിമയുടെ കഥ. അവിടുന്ന് ആരംഭിച്ചതാണ് സ്ത്രീ പീഡനം. പി കെ റോസിക്ക് ലൈംഗികമായ പീഡനം ഉണ്ടായതായിട്ട് പറയുന്നില്ല. പക്ഷേ അവരുടെ വീട് തീ വെച്ചു, അവർക്ക് ജീവിക്കാൻ സമ്മതിച്ചില്ല, ഓടിച്ചവരെ. അവിടുന്ന് ആരംഭിച്ചതാണ് സ്ത്രീകൾക്കെതിരെയുള്ള പുരുഷാധിപത്യത്തിന്റെ ഏറ്റവും ക്രൂരമായ ദംഷ്ട്രകളുടെ പ്രവർത്തനം. ഇന്നും അത് തുടരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പി കെ റോസിയെ കുറിച്ച് മലയാളത്തിൽ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് നടിയുടെ രാത്രി എന്നാണ്. ഈ ഒരൊറ്റ കവിത മാത്രമേ അവരെക്കുറിച്ചുള്ളൂ. പിന്നീട് ഈ കവിത വായിച്ചിട്ട് പ്രചോദനം ഉണ്ടായ വിനു എബ്രഹാം നഷ്ടനായിക എന്ന നോവൽ എഴുതുക. അദ്ദേഹം ആ നോവലിൻ്റെ ആമുഖത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ നോവൽ വായിച്ചിട്ട് കമൽ എന്ന സിനിമാ സംവിധായകൻ സെല്ലുലോയിഡ് എന്ന സിനിമ എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ആ കഥാപാത്രത്തെ ഓർമ്മയുണ്ടാകും. പി കെ റോസിയെക്കുറിച്ച് മലയാള സിനിമയിലെ ആദ്യത്തെ നായിക പീഡിപ്പിക്കപ്പെട്ട് ഓടിപ്പോകേണ്ടി വന്ന പി കെ റോസിയെക്കുറിച്ചുള്ള കവിത. അതായിരിക്കും അയ്യങ്കാളിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ സൃഷ്ടി എന്ന് എനിക്ക് തോന്നുന്നു. ഓടിപ്പോകുന്ന രംഗത്തു നിന്നാണ് ഈ കവിത ആരംഭിക്കുന്നത്. അബ്രം സെല്ലുലോയിഡ്. അബ്രത്തിലല്ല സ്വപ്നത്തിലല്ല ഓടുന്നു കട്ടിയിരുട്ടിൻ ഹൃദയത്തിലേക്കവൾ. എള്ളിനോടൊപ്പം കുരുത്ത പി കെ റോസി മുള്ളിലും റോസാദലത്തിലും വീണവൾ. കന്നിച്ചലച്ചിത്ര നായിക രാത്രിയിൽ എങ്ങും ഒരാശ്രയമില്ലാതെ പായവേ രക്ഷിച്ചതില്ല യഹോവ. വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥർ തൊണ്ടയിൽ അർബുദപ്പുറ്റുമായി മിണ്ടാതെ നിന്നു വിഗതകുമാരന്റെ ചിഹ്നമറിഞ്ഞ ചരിത്ര മഹാമുനി. എന്തായിരിക്കാം സിനിമ പുതുമഴ ചെന്നവൾ സൂര്യമുറ്റത്ത്. മൂടിപ്പുതച്ചവ ക്യാമറ എന്നൊരാൾ, വാടിത്തളർന്നൊന്നു നിൽക്കുന്നു മറ്റൊരാൾ. കോടിയുടുത്തു ചിരിച്ചുകൊണ്ടങ്ങനെ വാവാവമ്പാടിയും കൊക്കര കൂട്ടിയും ഞാറിന്റെ കൗതുകം പോൽ മിഴി നീട്ടിയും പൂമരം പോലെ വിശുദ്ധയായി നിന്നും കാണികളില്ലാത്ത നാടകമാണെന്ന് ഭാവന കൊണ്ടു വിത്തിട്ടു പിരിഞ്ഞവൾ. പാടം നിറഞ്ഞു കവിയും വിളവിനാണ് ഈ വിതയെന്നു നനയ്ക്കാതെ റോസി.